ബിഗ് ബോസ് മലയാളം സീസൺ 7 ലാലേട്ടൻ വന്നു. ലാലേട്ടനെ എല്ലാവരും കൂടി അഭിനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബാംഗങ്ങൾക്ക് ലാലേട്ടനെ അഭിനന്ദിക്കാനും ലാലേട്ടനുമായിട്ടുള്ള കുറച്ച് ഓർമ്മകൾ, അവരുടെ കുട്ടിക്കാലത്തുള്ള ഓർമ്മകളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ബിഗ് ബോസ് ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ല രീതിയിൽ തന്നെ അവർ പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പോൾ ലാലേട്ടൻ്റെ മുന്നിൽ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. രസകരമായിട്ടുള്ള ഒരു ചോദ്യം ലാലേട്ടനോട് ചോദിച്ചുകൊണ്ടാണ് അനുമോളും നൂറയും എത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബിഗ് ബോസ് ഇന്നലെ തന്നെ അവർക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലാലേട്ടനോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ലാലേട്ടൻ അഭിനയിച്ച സിനിമയെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ലാലേട്ടനെ നേരിട്ട് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെന്നുണ്ടാവില്ലേ? ആ ചോദ്യം എന്താണ്? തയ്യാറായി നിൽക്കുക, ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഗംഭീരമായിട്ട് അതിനുവേണ്ടിയുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും അനുമോളുടെ ചോദ്യം ഒരിക്കലും ഒട്ടും പ്രതീക്ഷിച്ചില്ല. വളരെ രസകരമായിരുന്നു. അനുമോൾ കുഞ്ഞുനാളിലെ ഒരു കഥയോട് കൂടിയിട്ടാണ് അനുമോൾ തുടങ്ങുന്നത്. കുഞ്ഞുനാളിലൊരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു, ലാലേട്ടനെ കല്യാണം കഴിക്കുന്നതായിട്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ അനുവിൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞു വലുതാകുമ്പോൾ കല്യാണം കഴിപ്പിച്ച് തരാമെന്ന്. അപ്പോൾ ലാലേട്ടനോട് ഇന്ന് അനു ചോദിക്കുകയാണ്, ലാലേട്ടാ എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്നോട് പറയോ ഐ ലവ് യു എന്ന്. അപ്പോൾ ലാലേട്ടൻ പറയാണ്, അതിനെന്താ പറഞ്ഞാൽ ഞാൻ പറയാലോ എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഐ ലവ് യു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് വെറുതെ അല്ല, ശരിക്കും മനസ്സിൽ തട്ടി തന്നെ പറയാണ് ഐ ലവ് യു. സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയല്ലേ എന്ന്. പക്ഷെ അനുമോൾക്ക് ഇത് കേട്ടിട്ട് ഭയങ്കര സന്തോഷമായി. അനുമോള് ഭയങ്കരമായിട്ട് മനസ്സിൽ തട്ടിയിട്ടുള്ള ഒരു നന്ദിയൊക്കെയാണ് കേട്ടോ ലാലേട്ടനോട് പറയുന്നത്. ഒരുപക്ഷെ അനുവിനെ ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ലാലേട്ടൻ ഐ ലവ് യു എന്നൊക്കെ പറയുന്നത് ഭാഗ്യം നോക്ക്. അനു ആദ്യമായിട്ട് ലാലേട്ടനെ കാണുന്നത് പത്മനാഭ ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. ആ ഒരു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വിഷയത്തിലേക്ക് എത്തുന്നത്. ലാലേട്ടനെ ആദ്യമായിട്ട് കണ്ട വിശേഷവും സ്വപ്നം കണ്ട വിശേഷവും ഒക്കെ പറഞ്ഞു. ലാലേട്ടന് ഐ ലവ് യു ഒക്കെ കിട്ടിയ ഭാഗ്യവതി. അതിന് മുമ്പായിട്ട് നൂറ് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നൂറ ലാലേട്ടൻ്റെ വൈഫിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ലാലേട്ടനെ വീട്ടിൽ സുന്ദരക്കുട്ട എന്ന് അങ്ങനെ എന്തോന്ന് വിളിക്കുന്നതെന്ന്. അപ്പോൾ അത് സ്നേഹമുള്ളപ്പോഴാണോ വിളിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും വിളിക്കാറുണ്ടോ എന്നുള്ളതായിരുന്നു ലാലേട്ടൻ്റെ നേർക്കുള്ള നൂറയുടെ ചോദ്യം. ഇത് കേട്ടിട്ട് ലാലേട്ടൻ ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുക, എന്ത് പറയണം. പിന്നെ ലാലേട്ടൻ ഒരു ചിരിയോട് കൂടിയിട്ട് ലാലേട്ടൻ പറഞ്ഞു എപ്പോഴും വിളിക്കും എന്ന് പറയുന്നത് പ്രത്യേകം വരേണ്ടതല്ലല്ലോ, അത് എപ്പോഴും ഉണ്ടാവേണ്ടതല്ലേ, അത് എപ്പോഴും വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ അത് രസകരമായിട്ടാണ് ആ ഒരു വിഷയം ഹാൻഡിൽ ചെയ്തത്. അങ്ങനെ എല്ലാ കുടുംബാംഗങ്ങളെയും സന്തോഷിപ്പിച്ചുകൊണ്ട് അവരുടെ മനസ്സിലെ ഒരുപാട് ചോദ്യങ്ങൾ ലാലേട്ടനോട് ചോദിച്ച് അതിൻ്റെ ഉത്തരങ്ങളും കിട്ടി. വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡാണ് തുടക്കം. ഇനി എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്നതിനെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.